ഇനി നമുക്ക് ഈ സെൽഫ് അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിലേക്ക് നയിക്കുന്ന ബേസിക് ഇൻസ്റ്റിക്ട്സ് അല്ലെങ്കിൽ സഹജ വാസനകൾ നമ്മളെ മനുഷ്യന്മാരിലുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുള്ള സഹജ വാസനകൾ അല്ലെങ്കിൽ ജന്മവാസനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ സെൽഫിഷ്നെസ് ഉണ്ടാകുന്നത് എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. അപ്പോൾ 3 തരത്തിലാണ് നമുക്കതിനെ തരംതിരിക്കാവുന്നത്. സാമൂഹ്യപരമായിട്ടുള്ള ജന്മവാസനകൾ, സുരക്ഷിതം അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കുള്ള ജന്മവാസനകൾ, സെക്സ് അല്ലെങ്കിൽ ലൈംഗികതയ്ക്കുള്ള വാസനകൾ. അപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള ജന്മവാസനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പാനിയൻഷിപ്പ്. നമുക്ക് ചങ്ങാതിമാരെ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിനുള്ള നമ്മുടെ ഒരു ജന്മവാസനയാണത്. അല്ലെങ്കിൽ സൗഹൃദം സമ്പാദിക്കുക എന്നുള്ള അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് വാണ്ടിങ് ടു ബിലോങ് ഓർ ടു ബി അക്സെപ്റ്റഡ്, മറ്റുള്ളവരാൽ നമ്മൾ അക്സെപ്റ്റായ പൊതുസമ്മതനായി മാറാനും അവരിലൊരാളായി തീരാനും നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സാമൂഹികനായിട്ട് ഈ കൂട്ടുകെട്ടുണ്ടാക്കാനായിട്ട് ഓരോ മനുഷ്യനും ശ്രമിക്കുന്നത്. അടുത്തത് പ്രസ്റ്റീജാണ്. പ്രസ്റ്റീജ് നമുക്കറിയാം, നമുക്കൊരു പ്രശസ്തി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പേരും പെരുമയും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു കീർത്തി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാന്യത ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നും, അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് ഞാനൊരു നേതാവായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളൊരു സാമൂഹിക ജന്മവാസയുടെ ഭാഗമാണ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ അഭിമാനം. അടുത്ത സാമൂഹിക ജന്മവാസനയുടെ മറ്റൊരു ഭാഗമാണ് സെൽഫ് എസ്റ്റീം. അതിൻ്റെ അർത്ഥം വാട്ട് വി തിങ്ക് ഓഫ് അവർ സെൽവ്സ്, നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു അഹങ്കാരമെന്നോ ആത്മാഭിമാനമെന്നൊക്കെ അതിന് നമുക്ക് നിർവചനം കണ്ടെത്താം. അടുത്തത് പ്രൈഡാണ്. പ്രൈഡിൽ നമ്മൾ പെരുമ കാണിക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്ന, വലിപ്പം ഭാവിക്കുന്ന, പൊങ്ങച്ചം കാട്ടുന്ന ഒരു ആളായി മാറുന്നതിനാണ് പ്രൈഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആൻ എക്സസീവ് ആൻഡ് അൺജസ്റ്റിഫൈഡ് ഒപ്പീനിയൻ ഓഫ് വൺ സെൽഫ്, വളരെ എക്സസീവായിട്ടുള്ള, കൂടുതലായിട്ടുള്ള, അൺജസ്റ്റിഫൈഡ്, ഒരിക്കലും നീതീകരിക്കാനാവാത്ത അഭിപ്രായം. അത് ഒരു പോസിറ്റീവായിരിക്കാം, സ്വയം ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സെൽഫ് ലവിൽ ഒരു പോസിറ്റീവായ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ സ്വയം വെറുക്കുന്നത് കൊണ്ട് നെഗറ്റീവായാലും, രണ്ട് രീതിയിലുള്ള പ്രൈഡായാലും അത് ജന്മവാസനയാണ്. അപ്പോൾ ഒരാൾ സ്വന്തം ജീവിതത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് അഹങ്കാരം ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഒരു ലക്ഷ്യപ്രാപ്തിക്കായിട്ട് അയാൾ ചെയ്യുന്ന കാര്യമാണിത്. അടുത്തത് പേഴ്സണൽ റിലേഷൻഷിപ്പ്, അവർ റിലേഷൻസ് വിത്ത് അതർ ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് അസ്. അപ്പോൾ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജന്മവാസനകളെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരോട്, മറ്റ് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ലോകത്തോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നതിനനുസരിച്ചാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സെൽഫിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അടുത്തത് അംബീഷൻസ് ആണ്. അതായത് അംബീഷൻ എന്നുള്ള വാക്കിന് അർത്ഥം തീവ്രമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഉത്കർഷേച്ഛയെന്നോ അതിമോഹമെന്നോ അല്ലെങ്കിൽ വല്ലാത്ത ഒരു അഭിലാഷമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉയർന്ന പദവിയിലെത്തുവാനുള്ള അതിയായ ആഗ്രഹം, അത് നമ്മുടെ ഒരു അംബീഷനാകാം. പിന്നെ ഇംഗ്ലീഷിൽ പറയുന്ന അവർ പ്ലാൻസ് ടു ഗെയിൻ അക്സെപ്റ്റൻസ്, പവർ, റെക്കഗ്നേഷൻ ആൻഡ് പ്രസ്റ്റീജ് എക്സെട്ര. അതായത് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുക്കലുകൾ, മറ്റുള്ളവരാൽ അക്സെപ്റ്റൻസ് ചെയ്യാനുള്ള, നമ്മുടെ ഒരു പവർ നേടിയെടുക്കാനുള്ള, പൊതുസമൂഹത്തിലൊരു റെക്കഗ്നേഷൻ വരാനുള്ള, അല്ലെങ്കിൽ ആത്മാഭിമാനം, പ്രസ്റ്റീജ് വരാനുള്ള നമ്മുടെ ഒരു ജന്മവാസനയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോഴുണ്ടാകുന്ന ജന്മവാസനയാണ് നമ്മൾ ഏറ്റവും ചുരുക്കത്തിൽ അംബിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള
ജന്മവാസനകളാണ്. അതിനകത്തുള്ളതാണ് ഒന്നാണ് മെറ്റീരിയൽ തിങ്സ്. നമുക്ക് വാണ്ടിങ് മണി, ധാരാളം പണം വേണം. ബിൽഡിങ്, നമുക്ക് വീടുകൾ വേണം. പ്രോപ്പർട്ടി, ഒരുപാട് സ്ഥലം വേണം. ക്ലോത്തിങ് എന്ന് പറഞ്ഞ വസ്ത്രങ്ങൾ വേണം, തുടങ്ങിയ കാര്യങ്ങൾ. അത് നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനായിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ജന്മവാസനകൾ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സുരക്ഷിതത്തിനുള്ള ജന്മവാസനയായിട്ട് ഈ പറയുന്ന മെറ്റീരിയൽ തിങ്സ് വരുന്നത്. അടുത്തത് ഇമോഷണലാണ്. ബേസ്ഡ് അപ്പോൺ അവർ നീഡ്സ് ഫോർ അനദർ പേഴ്സൺ ഓർ പേഴ്സൺസ്, സം ലെൻ ടു ഡോമിനേറ്റ്, സം ആർ ഓവർലി ഡിപ്പെൻഡ്സ് ഓൺ അതേഴ്സ്. അതായത് നമ്മുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുമായിട്ടോ നമ്മൾ അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലുണ്ടാകുന്ന ഇമോഷണലാണ് നമുക്കറിയാം. നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കുകയാണ് ആ സമയത്ത്. അതിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള, അങ്ങനെയുള്ള ഡോമിനേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഓവർലി ഡിപ്പെൻഡ് ഓൺ അതേഴ്സിൽ വരുന്ന വൈകാരിക അവസ്ഥയാണ് സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്തിൻ്റെ, ഇമോഷണൽ ആയിട്ടുള്ള സുരക്ഷിതത്തിൻ്റെ ജന്മവാസനയായിട്ട് പറയുന്നത്. അടുത്ത അംബീഷൻസ് ആണ്. അവർ പ്ലാൻസ് ടു ഗെയിൻ മെറ്റീരിയൽ വെൽത്ത് ഓർ ടു ഡോമിനേറ്റ് ഓർ ടു ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്. ഡോമിനേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മുന്നോട്ട് നിൽക്കുക അല്ലെങ്കിൽ അധികാരം ചെലുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഡോമിനേറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അംബീഷൻസ്, അതായത് അവർ പ്ലാൻസ് ടു ഗെയിൻ മെറ്റീരിയൽ വെൽത്ത്, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകുന്ന അതിനുള്ള പ്ലാനുകൾ, മറ്റുള്ളവരെ ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മേലെ അധികാരം ചെലുത്താനായിട്ട് ഉള്ള നമ്മുടെ ചിന്തകൾ, അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്, മറ്റുള്ളവരെ വല്ലാതെ ആശ്രയിക്കുന്ന ഒരു ജന്മവാസനയാണ് നമ്മൾ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്ഷൻ. ഇതെല്ലാം എല്ലാ മനുഷ്യനും ഉള്ളതാണ്. ഇതാണ് നമ്മളെ സെൽഫിലേക്ക് അല്ലെങ്കിൽ സ്വാർത്ഥതയിലേക്ക് നയിക്കുന്നത്. അടുത്തത് സെക്സ് ഇൻസ്റ്റിങ്ക്റ്റാണ്. സെക്സ്, ലൈംഗികപരമായിട്ടുള്ള ജന്മവാസനകൾ. അക്സെപ്റ്റബിൾ, അവർ സെക്സ് ലൈഫ്സ് ആർ അക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി, ഗോഡ്സ് പ്രിൻസിപ്പിൾസ് ഓർ അവർ ഓൺ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മുടെ ലൈംഗികത സാമൂഹികപരമായിട്ട് അംഗീകാരം കിട്ടിയ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ജന്മവാസന എന്ന് പറയുന്നത്. ഹിഡൻ, അവർ സെക്സ് ലൈഫ്സ് ദാറ്റ് ആർ കോൺട്രറി ടു സൊസൈറ്റി, ഗോഡ്സ് പ്രിൻസിപ്പിൾസ് ഓർ അവർ ഓൺ പ്രിൻസിപ്പിൾസ്. അതായത് രഹസ്യ സ്വഭാവമുള്ള, അല്ലെങ്കിൽ പൊതുസമൂഹം അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ദൈവിക തത്വങ്ങൾക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് ഹിഡൻ. അതിനകത്തും അംബീഷൻസ് വരുന്നുണ്ട്. ആ അംബീഷൻസ് എങ്ങനെയാണ്? അവർ പ്ലാൻസ് റിഗാർഡിങ് അവർ സെക്സ് ലൈഫ്സ് എതർ അക്സെപ്റ്റബിൾ ഓർ ഹിഡൻ. നമ്മുടെ പ്ലാനുകളാണ് ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും ഹിഡനുമായിട്ടുള്ള സെക്സിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം. ഈ അംബീഷൻസ് മൂന്നും ചേർന്നാണ് നമുക്ക് സ്വാർത്ഥത ഉണ്ടാകുന്നത്. അങ്ങനെ അത് തെറ്റിലേക്ക് നീങ്ങുന്നു. അങ്ങനെ സാമൂഹ്യപരമായിട്ടുള്ള ഈ ജന്മവാസനകൾ നമുക്ക് റിസെൻമെൻറ്റ്സും, സെക്യൂരിറ്റി ആയിട്ടുള്ള ജന്മവാസനകൾ നമുക്ക് ഭയവും, സെക്സുമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് ഹാമും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു. അപ്പോൾ റിസെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റുള്ളവരുടെ നീരസം പുലർത്തുക, നമ്മൾ നിരാകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുകയോ എന്ന് ചെയ്യുന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ റിസെൻമെൻറ്റ്സ് വരുന്നത്. മറ്റേ ഫിയർ വരുന്നത് ആൻഷൈറ്റിയിൽ നിന്നും അജിറ്റേഷനിൽ നിന്നും ഒക്കെയാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴോ അവരിലേക്ക് കൂടുതൽ നമ്മൾ ഭരണം നടത്താൻ പോകുമ്പോഴൊക്കെ കിട്ടുന്നതാണ്. മറ്റേ സെക്സൽ ആയിട്ടുള്ള ജന്മവാസനകൾക്ക് കിട്ടുന്ന ഇത് റോങ് ആക്ട്സ് വിച്ച് റിസൾട്ട് ഇൻ പെയിൻ, ഹർട്ട് ഫീലിംഗ്, വറി, ഫിനാൻഷ്യൽ ലോസ് എക്സെട്ര ഫോർ അതേഴ്സ് ആൻഡ് അവർ സെൽസ്. നമ്മൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, ദുഃഖം, ഹർട്ട് ഫീലിംഗ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഹർട്ട് ഫീലിംഗ്, ഇതെല്ലാം കൂടി ചേർന്നാണ് സെക്ഷൽ ഇൻസ്റ്റിങ്ക്ഷനിലുണ്ടാകുന്ന റോങ്സ്, തെറ്റുകൾ. സെൽഫിഷിനെ നമുക്ക് എങ്ങനെയാണ് നിർവചിക്കാവുന്നത്? ടു മച്ച് കൺസേൺ വിത്ത് വൺസ് ഓൺ വെൽഫെയർ ഓർ ഇൻട്രസ്റ്റ് ആൻഡ് ഹാവിങ് ലിറ്റിൽ ഓർ നോ കൺസേൺ ഫോർ അതേഴ്സ്. അതായത് തൻ്റെ മാത്രം വെൽഫെയറിന്, ഗുണമേന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ചിന്തിക്കുകയും
പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യങ്ങൾ കൺസേൺ ചെയ്യുമ്പോൾ കഴിയാത്ത രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സ്വാർത്ഥൻ. അപ്പോൾ ഒരു ആൽക്കഹോളിക് സെൽഫ് സീക്കർ ആണെന്ന് പറയുന്നത് ആ പേഴ്സൺ, അയാൾ ഹു സീക്സ് ഓൺലി ഓർ മെയിൻലി ടു ഫർദർ ഹിസ് ഓൺ ഇൻട്രസ്റ്റ്, അവൻ്റെ മാത്രം താല്പര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും അവൻ്റെ ചിന്തകൾ. അപ്പോൾ ഈ രണ്ട് സെൽഫിഷിൽ നിന്ന് സെൽഫ് സീക്കറായിട്ട് മാറുന്ന ആളിൽ നിന്ന്, അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഒക്കുപ്പൈഡ് ഓർ കൺസേൺഡ് ഓൺലി വിത്ത് വൺസ് ഓൺ അഫയേഴ്സ്, അവൻ്റെ മാത്രം ബന്ധങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, മറ്റൊരാളെ പറ്റി ചിന്തിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഈ സെൽഫ് സെൻറ്റേർഡ് സെൽഫ് സീക്കറായിട്ടുള്ള ഒരു ആളിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അവൻ്റെ വില്ലും ലൈഫും അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും മറ്റൊരാളിലേക്ക് തിരിച്ചുവിടാനായിട്ട് മൂന്നാം പടിയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബേസിക് ഇൻസ്റ്റിങ്ക്ട്സിനെ പറ്റി 22 പ്രാവശ്യം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിലായിട്ടും 12 and 12 പറഞ്ഞിട്ടുണ്ട്. സെൽഫിഷ്നെസ്സിനെ പറ്റി 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് ഹൗ ഇറ്റ് വർക്ക്സിൽ പേജ് നമ്പർ 62 പറയുന്നുണ്ട്, എബവ് എവറിത്തിങ് വി ആൽക്കഹോളിക്സ് മസ്റ്റ് ബി റൈഡ് ഓഫ് ദി സെൽഫിഷ്നെസ്. നമ്മൾ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ സ്വാർത്ഥതയിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. അടുത്തത് പറയുന്നത് ഇൻറ്റു ആക്ഷൻ, അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിലേക്ക് പേജ് 84 അതിനകത്ത് കണ്ടിന്യൂ ടു വാച്ച് ഫോർ സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, റിസെൻമെൻറ്റ് ആൻഡ് ഫിയർ. നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ സ്വാർത്ഥതയും സത്യസന്ധതയില്ലായ്മയും നീരസവും ഭയവും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അടുത്തത് ടു വൈഫ്സ് എന്ന് പറയുന്ന പേജ് നമ്പർ 116 ഹൗ ഇറ്റ് വർക്ക്സിൽ നമ്മൾ വായിച്ചതാണ്. പേജ് നമ്പർ 62 സെൽഫിഷ്നെസ് സെൽഫ് സെൻറ്റേർഡ്നെസ്സുമാണ് നമ്മുടെ മൂല കാരണം എന്നുള്ളതും. അതുകൂടാണ്ട് ഡോക്ടേഴ്സ് ബോബ്സ് നൈറ്റ് മെയറിൽ പറയുന്നുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി ഫോർ മീ ഐ വാസ് ദ ഓൺലി ചൈൽഡ് വിച്ച് പെർഹാപ്സ് encountered the selfishness which played such an important part in bringing on my alcoholism. അപ്പോൾ ഡോക്ടർ ബോബിൻ്റെ ദുസ്വപ്നം എന്ന് പറയുന്ന ഇതിൽ പറയുന്നതാണ്, ഒരു മകനായതുകൊണ്ടായിരിക്കാം ഈ സെൽഫിഷ്നെസ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന്. വിൽ അല്ലെങ്കിൽ ആഗ്രഹം എന്ന വാക്ക് 568 തവണ ബിഗ് ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് there is a solution, ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന അതിൻ്റെ പേജ് നമ്പർ 23, ഹൗ ഇറ്റ് വർക്ക്സിൽ പേജ് നമ്പർ 63, അങ്ങനെ എല്ലാ പേജുകളിലുമായിട്ട് 568 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ലൈവ് അല്ലെങ്കിൽ ജീവിതം എന്ന വാക്ക് 84 തവണ ബിഗ് ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഹൗ ഇറ്റ് വർക്ക്സിൽ ദാറ്റ് വി വെയർ ആൽക്കഹോളിക് ആൻഡ് കുഡ് നോട്ട് മാനേജ് അവർ ഓൺ ലൈഫ്സ്, നമ്മുടെ ജീവിതം നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അപ്പോൾ 84 തവണയാണ് ലൈവ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാനായിട്ടാണ് മൂന്നാം പടി നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതൊരു ആക്ഷൻ, നമ്മുടെ ഒരു ആക്ഷൻ തുടങ്ങുന്നത് ഈ പടിയിൽ നിന്നാണ്. ഇപ്പോൾ സ്റ്റെപ്പ് 3 നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 സ്റ്റെപ്പ് പ്രോഗ്രാമിലെ ഒരു സിമ്പിൾ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് 3യെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ് ആൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അപ്പം നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവം മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റെപ്പ് 3 നമുക്ക് ഒരു മാറിയ മനോഭാവം തരികയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മദ്യപാനത്തിൻ്റെ ഉപയോഗത്തോടുണ്ടാകുന്ന നമ്മുടെ സമീപനം മാറുന്നു. നമുക്ക് നമ്മളെ മദ്യപാനം നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ആശയം നമ്മളിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിലുണ്ടാവും, അത് മാറുന്നു. അങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റാനായിട്ട് സ്റ്റെപ്പ് 3 നമ്മളെ സഹായിക്കുന്നു. ഈ സ്റ്റെപ്പ് 3 അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലേക്ക് സ്റ്റെപ്പിനെ മാറ്റുമ്പോൾ ഘട്ടം എന്ന് പറയുന്നത്, അപ്പോൾ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് 4ാം ഘട്ടത്തിലേക്കും 5ാം ഘട്ടത്തിലേക്കുള്ള ഒരു വഴിയൊരുക്കലാണ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു കൺസെപ്റ്റ്, നല്ലൊരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഹയർ പവറിനെ കുറിച്ച്. അല്ലെങ്കിൽ നമ്മൾ സഹായം സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് ഒരു ട്രസ്റ്റാണ്. അത് ഹയർ പവറിലേക്കുള്ള അല്ലെങ്കിൽ ഉന്നത ശക്തിയിലേക്കുള്ള ഒരു വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന
ആ, ആ, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് തീർച്ചയായും ഹയർ പവറിൽ മറ്റ് പല സോഴ്സുകളും വർക്ക് ചെയ്യാത്തപ്പോഴും അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തപ്പോഴും നമുക്ക് ഈ ഹയർ പവറിലുള്ള ഒരു വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് സ്പോൺസറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ടീമായിട്ടുള്ള നമ്മുടെ എ മെമ്പേഴ്സിൻ്റെ ഒക്കെ സഹായത്താൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. അപ്പോൾ കൂടാതെ നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങൾ മാറ്റുവാൻ പറ്റാവുന്നതും മാറ്റുവാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉന്നത ശക്തിയുടെ സഹായത്താൽ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ഇംഗ്ലീഷ് പ്രാർത്ഥനയിൽ ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള പ്രാർത്ഥന കഴിയുമ്പോൾ ദ വിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ, നോട്ട് മൈൻ ബി ഡൺ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ദ വിൽ നോട്ട് മൈൻ ബി ഡൺ എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് പ്രയർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഹയർ പവറിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തിരിയുമ്പോഴോ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റീനെ ബലി കഴിക്കുന്നില്ല. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മനുഷ്യരായി നമ്മൾ മാറുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ഞാൻ പറയുന്നത് എന്താണ്? ഐ കാണ്ട്, എനിക്ക് കഴിയില്ല. സ്റ്റെപ്പ് 2 പറയുന്നത് ഗോഡ് ക്യാൻ, ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-ാമത്തെ പടിയിൽ നമ്മൾ പറയുന്നത് ഐ വിൽ ലെറ്റ് ഹർ എന്നോ ഹിമെന്നോ ദൈവത്തെ ആരാണോ നമ്മൾ അല്ലെങ്കിൽ ഉന്നത ശക്തിയെന്നോ ആ ഉന്നത ശക്തിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. ആദ്യത്തെ 2 പടികളെ അല്ലെങ്കിൽ സ്റ്റെപ്പ് 1-നെയും സ്റ്റെപ്പ് 2-നെയും ഒരു റിഫ്ലക്ഷൻ സ്റ്റെപ്പായിട്ടാണ് പറയുന്നതെങ്കിലും തേർഡ് സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്നത് ഒരു ആക്ഷൻ സ്റ്റെപ്പാണ്. നമുക്കറിയാം അവിടെ ഒരു ആക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 3 നമ്മളെടുക്കുന്ന തീരുമാനം അതൊരു പാലമാണെന്ന് പറയാറുള്ളത്. അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന പാലവും നമ്മുടെ പ്രോഗ്രാം ഓഫ് റിക്കവറി അതിന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ആക്ഷൻ്റെ പാർട്ടുമാണ് എന്ന് പറയാറുണ്ട്. കൂടാതെ ഇതൊരു പോസിബിലിറ്റിയാണ്, കൂടുതൽ സാധ്യത തരുന്നുണ്ട് റിയാലിറ്റിയിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഒരു ചേഞ്ചിലേക്കുള്ള ഒരു സാധ്യതയും തരുന്നതാണ് നമ്മുടെ 3-ാമത്തെ പടി. അപ്പോൾ ഡിസിഷൻ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 3-ാമത്തെ പടി നമ്മളെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പരിശോധനാപൂർവമായിട്ടുള്ള ഡിസിഷൻ, നമ്മളിപ്പോൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്ന് എക്സാമിൻ ചെയ്യുന്നുണ്ട്, ഈ ഡിസിഷൻ എടുത്താൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചില സ്പോൺസർമാരുടെയോ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ പല ഡിസിഷൻസുകളും ഇപ്പോൾ എടുക്കുന്നത്. അങ്ങനെ ഇത് നമുക്കൊരു ക്രൈസിസിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒരു ക്രൈസിസിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്, കാരണം നമ്മളെടുത്ത പല ഡിസിഷൻ മൂലമാണ് നമ്മളുടെ പഴയ ജീവിതത്തിൽ ക്രൈസിസുകൾ ഉണ്ടായത്, പല തീരുമാനങ്ങളും തെറ്റായിരുന്നുകൊണ്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ നമ്മളൊരു സ്വയം പുറകോട്ട് ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് കുറച്ച് സമയം ആലോചിച്ച് പുതിയ ആശയങ്ങളും നോളജും ഒക്കെ ഇൻപുട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഡിസിഷൻസ് എടുക്കുന്നത്. അത് തന്നെയാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ നല്ല ഒരു ലക്ഷ്യബോധമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-ാം പടിയിൽ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ആ ഉന്നത ശക്തിയെ നമ്മുടെ ജീവിത യാത്രയിലുണ്ടാകുന്ന ഓരോ ട്രാൻസ്ഫോർമേഷനും അനുവദിക്കുകയാണ് ചെയ്യുക 3-ാം പടിയിലൂടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വി ടേൺ അവർ വിൽ, നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ അതിന് നമ്മൾ പറഞ്ഞു അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്, നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളെയും നമ്മൾ ഉന്നത ശക്തിയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കെയറിലേക്ക് തിരിച്ചു വിടുകയാണ്. കാരണം ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന, നമ്മൾ നയിച്ചിരുന്ന നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിനാൽ നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ ഒരു ഗൈഡൻസിൻ്റെയും ഡയറക്ഷൻ്റെയും മുന്നിലൂടെ കടന്നു പോകാൻ സഹായിക്കുന്നതാണ് 12 സ്റ്റെപ്പ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഗോഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള അവരുടെ സ്വകാര്യമായിട്ടുള്ള സങ്കല്പമാണ്, സ്വകാര്യമായിട്ടുള്ള ആശയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ദൈവത്തെ പറ്റി സ്റ്റെപ്പ് 3
പറയുന്നില്ല. നമ്മൾ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗോഡിനെ നമുക്ക് ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നോ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്നൊക്കെ പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ദൈവത്തിലുള്ള ആശയം അല്ലെങ്കിൽ ആ സങ്കല്പം എന്തും ആയിക്കൊള്ളട്ടെ, അതിവിടെ ഒരു പ്രശ്നമല്ല. ആ ഉന്നത ശക്തിയിൽ വിശ്വസിക്കാൻ തയ്യാറാവുക. അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തെ നമ്മുടെ തീരുമാനങ്ങളെ അദ്ദേഹത്തിൻ്റെ തീരുമാനവുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമേ മൂന്നാം പടിയിൽ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ബോണ്ടേജ് ഓഫ് സെൽഫിൽ നിന്ന് മൈ തിങ്കിങ്, എനിക്കറിയാം നമ്മുടെ ചിന്തകൾ ഫിയർ, ഭയമായിരുന്നു ഏറ്റവും. കാരണം നമ്മളെപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സാമ്പത്തികമായിക്കൊള്ളട്ടെ, എല്ലാം അഫ്രൈഡാണ്. നമുക്കിതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ഭയം. അപ്പോൾ എൻ്റെ ഭയത്തിൽ നിന്നുള്ള ചിന്തകളിൽ നിന്ന് മൈ ഫീലിങ്സ്, എൻ്റെ വികാരങ്ങൾ, അതായത് സ്വയം ഹർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന, സ്വന്തം സെൽഫ് എസ്റ്റീമിനുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വത്തിനുള്ള അംബിഷൻസ്, ആഗ്രഹങ്ങളുടെ, റിലേഷൻഷിപ്പ്, സെക്സ്, ഈ ഫീലിങ്ങുകളെല്ലാം ദൈവത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു തീരുമാനം. അതുകൂടാണ്ട് മൈ ആക്ഷൻസ്, ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിസ്ഹോണസ്റ്റ്, സത്യസന്ധതയില്ലായ്മ, റിസൻമെൻറ്റ്സ്, നീരസം, ആങ്കർ, ദേഷ്യം, ഹെയ്റ്റ്, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, സെൽഫിഷ്, സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്, ജലസ്, അസൂയ, പിന്നെ എൻവി, ഗ്രീഡി, ആർത്തി, ലസ്റ്റ്ഫുൾ, നമ്മുടെ കാമം, അങ്ങനെയുള്ള ഇൻടോളറൻറ്റ്, അസഹനീയത, ഇതെല്ലാം നമ്മുടെ ആക്ഷൻസുകളാണ്. അപ്പോൾ ആ ആക്ഷനുകളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വില്ലിലേക്ക് തിരിച്ചുവിടാനായിട്ട് തീരുമാനിക്കുകയാണ്. കൂടാതെ എൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ പലപ്പോഴും ഐ ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയായിരുന്നു. ഐ ഹാം മൈസെൽഫ്, അത് പ്രത്യേകിച്ച് കുടിയിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിലൂടെയോ ആണ് ഞാനത് ചെയ്തിരുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇഷ്ടത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. മൈ തിങ്കിങ്, എൻ്റെ ചിന്തകൾ, മൈ ഫീലിങ്സ്, എൻ്റെ വികാരങ്ങൾ, മൈ ആക്ഷൻസ്, എൻ്റെ പ്രവർത്തനങ്ങൾ, മൈ ബീയിങ്സ്, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും സ്വയം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം ഞാൻ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഈ പടിയിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നമുക്കൊരു 5-6 കാര്യങ്ങൾ തീരുമാനിക്കാം. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതം നശിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലാകാനുള്ള കാരണം എൻ്റെ സെൽഫില്ലാണ്. അത് കൊണ്ട് മാത്രമാണ് എനിക്ക് സക്സസ്സിലെത്താൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഐ ഹാവ് ടു ക്വിറ്റ് പ്ലേയിങ് ഗോഡ്, ദൈവം കളിക്കുന്നത് നിർത്തണം. മൂന്നാമത്തത്, ഗോഡ് വിൽ ബി മൈ ഡയറക്ടർ, ദൈവമായിരിക്കും എൻ്റെ ഡയറക്ടർ. 4, ഐ വിൽ അലോ ഗോഡ് ടു ബി മൈ ന്യൂ എംപ്ലോയർ, എൻ്റെ പുതിയ എംപ്ലോയറായിട്ട് ദൈവത്തെ ഞാൻ അനുവദിക്കും. ദാറ്റ് ഐ അറ്റ് ലാസ്റ്റ് അബാൻഡൺ മൈ സെൽഫ് ടു ഗോഡ്, ഞാൻ ദൈവത്തിലേക്ക് പൂർണ്ണമായും എന്നെ സമർപ്പിക്കും. ഒരു റിസർവേഷനും കൂടാതെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ദാറ്റ് ഐ പ്രാക്ടീസ് ബിക്കമിങ് ഹോണസ്റ്റ് ആൻഡ് ഹംബിൾ, ഓൾ ഓഫ് ദ റിക്വയർമെൻറ്റ് ഷുഡ് ബി ബിഫോർ ദ തേർഡ് സ്റ്റെപ്പ് പ്രയർ, ബിക്കോസ് ഐ കാൺട്ട് എൻജിനീയർ ദാറ്റ് ഓൺ മൈ ഓൺ യൂസിങ് നത്തിങ് ബട്ട് മൈ ഇൻ്റലിജൻസ് ആൻഡ് മൈ വിൽ പവർ. അപ്പോൾ പേജ് നമ്പർ 37 പറയുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ മൂന്നാം പടിയിൽ അവസാനമായിട്ട് പ്രാർത്ഥനയാണ്. അത് എനിക്ക് എൻ്റെ സ്പോൺസർ പറഞ്ഞു തന്നതാണ്. അതിങ്ങനെയാണ്: ദൈവമേ, എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളുമായി ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ എല്ലാം വഷളാക്കിയിരിക്കുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നെയും എൻ്റെ കഷ്ടപ്പാടുകളെയും സ്വീകരിച്ച് എന്തെങ്കിലും ചെയ്യുക. ദൈവമേ, വർഷങ്ങളായി എനിക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനിത് അങ്ങയിലേക്ക് വഴി തിരിച്ച് വിടുന്നു. ഈ പ്രാർത്ഥനയോടുകൂടി മൂന്നാം പടിയിലെ നമ്മുടെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത മീറ്റിങ്ങിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്നിവിടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.